ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലേ? അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം സുഖമാണ് കരുതുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തായ്മാസ് കിച്ചണിലോട്ടേക്ക് ഒന്ന് വന്ന് നോക്കി. അപ്പോൾ ഞാനിന്നൊരു ഞാൻ പറയുന്നത് ഉണക്കി മീൻ മസാലക്കറിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണക്കി മീൻ മസാലയാക്കി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണക്ക് തളമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിനെ തളമീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നതെന്ന് പറയണേ. അപ്പോൾ അത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് ഞാനത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ അതിനുശേഷം ഞാനതിന് വേണ്ടി മുളക് പിന്നെ മല്ലിയൊക്കെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ ഞാൻ പൊടിച്ചെടുത്ത് അപ്പോൾ അതിന് ശേഷം ഞാനിത് രണ്ട് തക്കാളി, ഒരു സവാള, ഒരു 4-5 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള, തക്കാളി ഇതൊക്കെ ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഞാനൊരു കല്ലിൽ വെച്ച് നല്ലവണ്ണം ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചതച്ചെടുത്തിട്ട് മസാല കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണല്ലേ. അപ്പം ഞാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ കറിവേപ്പില, പിന്നെ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ഇതിട്ട് കൊടുത്ത് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകണേ. എപ്പോഴും പറയുന്നത് വരെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഉണക്ക മീൻ മസാലക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ എഴുതാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊരു മസാലക്കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മസാലക്കറി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും. അങ്ങനെ സവാള ഇതൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് നല്ല വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ സവാള നല്ല ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ആഡ് ചെയ്ത് നല്ലവണ്ണം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ തക്കാളി, സവാള ഇതൊക്കെ മസാലക്കൂട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് ശേഷം ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉണക്കിമീൻ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല തക്കാളി, സവാള ഒക്കെ നല്ല ഫ്രൈ ആയി വന്നാൽ അപ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല രുചിയാണ് ഇങ്ങനെ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതൊക്കെ റെഡിയായി വരുമ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ലവണ്ണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ അത് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ അരവൊക്കെ നല്ല വെന്ത് കിട്ടണം. അപ്പോൾ ഇനിയും കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനതിന് ഷേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ ഉണക്കിമീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പ് ഓൾറെഡി അടങ്ങിയിട്ടുള്ളതല്ലേ. അപ്പം ഞാനത് അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഈ തളമീനൊക്കെ നമുക്ക് അതിലൊരു 100 പോലത്തെ വെള്ളം ഒരു ഇതുണ്ട്. അപ്പോൾ അത് പോയി കിട്ടാൻ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ ഇട്ട് വെച്ചാൽ അപ്പോൾ അതെല്ലാം പോയി കിട്ടും. പിന്നെ ഈ തളമീനൊക്കെ ശരീരത്തിന് ചൂടെന്ന് പറയുന്നത് പക്ഷെ കഴിക്കാൻ നല്ലൊരു ഇതാണ്. അപ്പോൾ അതിന് മുള്ളൊന്നും നമുക്ക് നല്ല ഒറ്റയായി എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പം നല്ല ഇതുണ്ടായിരുന്നു. എൻ്റെ മകനൊക്കെ നല്ല കഴിച്ചു ഇതുപോലെ കറി ഉണ്ടാക്കിയത് കൊണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് ഉണക്കിമീൻ കറി ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കതിൻ്റെ മുളകിൻ്റെ ഇതും ആ മീനിൻ്റെ മുള്ളെല്ലാം ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു മീനായതുകൊണ്ട് ഇങ്ങനെ ഒരു മസാലക്കറി ആക്കിയപ്പോൾ നല്ലൊരു പാകത്തിന് റെഡിയായി വന്ന് കിട്ടി. അപ്പോൾ നമുക്കില്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കിയാൽ എത്ര കഞ്ഞി വേണമെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ റംസാനൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അത്താഴ ചോറുണ്ണാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാലില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ആ കറിയൊക്കെ റെഡിയായി വരുമ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും കണ്ടുകൊണ്ട് എനിക്ക് സപ്പോർട്ട് നൽകണം. പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്കൊക്കെ വ്യൂസൊക്കെ കുറവാണ്. ഒരു വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസം കാത്തിരിക്കണം നമുക്കൊരു 100-150 വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് നൽകിയാൽ എല്ലാവർക്കും ഒരു ഉപകാരമാവും. അപ്പം നമ്മളുടെ ഒരു പ്രതീക്ഷയാണല്ലോ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഒരു വരുമാനം എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ സാമ്പത്തിക എല്ലാം അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ പിറകിലൊക്കെ ഓടുന്നത്. ജോലി തിരക്കിനിടയിൽ നമ്മളിതൊന്ന് സൈഡൊന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് നൽകണേ. അപ്പോൾ നമ്മളൊരു പാവപ്പെട്ട ഒരു ചെറിയ ചാനലല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾക്കെല്ലാം സപ്പോർട്ട് നൽകണേ. തിരിച്ചറിയില്ല
സപ്പോർട്ട് നൽകും. അങ്ങനത്തെ കറിയൊക്കെ റെഡിയായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാ നല്ല അടിപൊളി ടേസ്റ്റിയായ ഉണക്കമീനും മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടില്ല ചപ്പാത്തി കഴിക്കാം, അതേപോലെ തന്നെ പത്തിരി കഴിക്കാം, പിന്നെ നമുക്ക് പൂരി കഴിക്കാം, ഇപ്പം